അപ്പോൾ കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ 4 ഡ്രോപ്സാണ് കൊടുക്കാറുള്ളത്. അതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്പർ എഴുതും, 1, 2, 3, 4 എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ തരും, മരുന്ന് എങ്ങനെയാണ് ഒഴിക്കേണ്ടത്, ആ ക്രമത്തിൽ അങ്ങ് ഒഴിച്ചാൽ മതി. ആദ്യത്തെ ഒരു ദിവസം ഈ മരുന്ന് തുരിതര ഒഴിക്കണം, അതായത് ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഇത് ഒഴിക്കേണ്ടി വരും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിന്റെ ഉള്ളിൽ ആ മരുന്നിന്റെ ഒരു ഡോസ് ഒരു ലെവൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് നമുക്കൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ വേണം ആ ഒരു ലോഡ് ചെയ്ത് ഒരു ലെവലെത്താൻ. പിന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അതിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മളതിന്റെ ലെവൽ കുറച്ച് അത് ഇല്ലാതാക്കും. 2ാമത്തെ ദിവസം തൊട്ട് ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതുപോലെ ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കും. ആ ഷീറ്റിൽ നമ്മൾ മരുന്നിന്റെ പേര്, അതിന്റെ ഡേറ്റ്, ടൈം എല്ലാം കാണും. ഇപ്പൊ ഡേറ്റും ടൈമും നോക്കിക്കഴിഞ്ഞാൽ ഏത് മരുന്നാണ് ഏത് സമയത്ത് വരും നമുക്ക് ഒഴിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ നമ്പർ തന്നെ ഇവിടെയും കാണും, മരുന്നിന്റെ പേരും കാണും. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ബുദ്ധിമുട്ട് അരമണിക്കൂറോടെ വിട്ട് ഒഴിക്കാൻ. അപ്പൊ ചിലവർ എന്നോട് ചോദിക്കുന്നത് രാത്രി ഉറക്കളച്ചിരുന്ന് മരുന്നൊഴിക്കണമെന്ന്. അതിന്റെ ഒരാവശ്യവുമില്ല. ലാസ്റ്റ് ഡ്രോപ്പ് രാത്രി 9 മണിക്ക് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറയാറുള്ള പോലെ കണ്ണിൽ ഷീൽഡ് വെച്ച് കിടന്നുറങ്ങിയാൽ മാത്രം മതി.